ഒരു പേപ്പറും പേനയൊക്കെ കൊണ്ടാണ് വന്നത്. ഞാൻ ആദ്യം തൊട്ട് ഒരു വിശുദ്ധ കുമ്പസാരം നടത്തി. കാരണം എൻ്റെ ഓർമ്മ വെച്ച കണ്ണു തുറന്ന കാലം മുതൽ ഞാൻ എന്തൊക്കെയാണോ ചെറിയ ഒരു മാങ്ങ കാണാതെ എടുത്ത തെറ്റുകൾ മുതൽ ഞാൻ ഈ പേപ്പറിൽ എഴുതി വെച്ചു. ഞാൻ കുമ്പസാരത്തിന് 1.5 മണിക്കൂർ സമയം കരഞ്ഞു കുമ്പസാരിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞ് കുമ്പസാര കൂട്ടിൽ വെച്ച് ഒരു അത്ഭുതം നടക്കും. അങ്ങനെ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഭാരം ഇറങ്ങിപ്പോയി. അങ്ങനെ ആണ് ഞാൻ ഈ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം എനിക്ക് പോകാൻ സ്ഥലമില്ലല്ലോ, അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചിന്തിച്ച് ഇവിടെ കഞ്ഞിയുണ്ട്, ആ സമയത്ത് കഞ്ഞി കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഇവിടുത്തെ കഞ്ഞി കിട്ടും, രക്ഷപ്പെട്ടു. രാവിലെയും വൈകിട്ടും വേണ്ട, ഇവിടെ വെള്ളമുണ്ട് അവിടെ വെള്ളമുണ്ട്, അതൊക്കെ കുടിച്ച് അന്നത്തെ ദിവസമാകും. വൈകുന്നേരം ആകുമ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ലേഡീസിൻ്റെ വെയിറ്റിംഗ് റൂമിൽ പോയിരിക്കും. ഡ്രസ്സില്ല. ഈ 80 രൂപയും തീരാൻ പോവാണ്. 20 രൂപ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഞാൻ ചില ആൾക്കാരോടൊക്കെ കൈ നീട്ടി വാങ്ങും. എനിക്കൊരു 20 രൂപ തരുമോ, ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ വണ്ടിക്ക് പോകാനാണ്. ഒരാഴ്ച 50 രൂപ കളക്ട് ചെയ്യും. അവിടെ പോയിരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരികെ ചോദിച്ച് പ്രാർത്ഥിക്കും. രാവിലെ ഇവിടെ വരും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ആ സമയമില്ല, മൈൻഡിൽ പ്രാർത്ഥനയില്ല. എനിക്ക് തലചായ്ക്കാൻ ഇടം വേണം. ഞാൻ ഇവിടെ വന്നിരിക്കും, അച്ഛൻ്റെ ക്ലാസ്സുകൾ കേൾക്കും, ഇവിടെ ഓരോരുത്തരെ സാക്ഷ്യങ്ങൾ കേൾക്കും. വൈകുന്നേരം അവിടെ പോയിരിക്കും. ഒരാഴ്ചക്കാലം ഇങ്ങനെ കടന്നുപോയി. ഒരു ഫോൺ വരുവാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ. എൻ്റെ മകൻ എന്നെ വിളിച്ചു, മമ്മി സത്യം പറയണം, മമ്മി എവിടെയാണ്? ഞാൻ പറഞ്ഞു, മോനെ നീ ഞാൻ എവിടെയാണെന്ന് അന്വേഷിക്കണ്ട, കാരണം നിൻ്റെ ജീവിതം കൂടി ഇല്ലാതാകും. നിനക്ക് ഫീസ് കൊടുക്കാനുള്ള വക ഞാൻ പ്രാർത്ഥിച്ച് നേടിക്കോളാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ മകൻ ബോയ്സ് ഹോസ്റ്റലിലാണ്. അതിൻ്റെ ഒരു ഓണർ, ഒരു സരിത, ഈ മകൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. എന്നോടൊരു കാരണവും ചോദിച്ചില്ല. എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലാണ്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊരാഴ്ച നിൽക്കണം, അത് ബോയ്സ് ഹോസ്റ്റലല്ലേ, അതിനെന്താണ്, നിങ്ങളുടെ മകൻ ഇവിടെ ഇല്ലേ, ഞങ്ങളാരെയും അങ്ങനെ നിർത്തില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. ഞാൻ അവിടുന്ന് നേരെ അവരുടെ വീട്ടിലേക്ക് വണ്ടി കയറി.